ഇപ്പം പഴയ അൾട്രോസും നമ്മുടെ ഈ റേസർ എഡിഷനും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് മെയിനായിട്ട് വരുന്നത്? ഇപ്പം അൾട്രോസ് റേസർ എന്ന എഡിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പറയുന്നത് കഴിഞ്ഞാൽ പഴയ നോർമൽ അൾട്രോസിന്റെ ഫുൾ ഓപ്ഷനിലാണ് അവർ ഫീച്ചേഴ്സിനകത്ത് വേരിയേഷൻ വന്നിരിക്കുന്നത്. മെയിൻലി ഉള്ള വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ അൾട്രോസിൽ എന്ന് പറയുന്നത് ഈ ഡ്യുവൽ ടോൺ എന്ന് പറയുന്നത് ടോപ്പിൽ മാത്രമേ ബ്ലാക്ക് ആക്കിയിരുന്നുള്ളൂ. ഇപ്പോഴെന്ന് പറയുന്നത് ടോപ്പ് ബ്ലാക്ക് കൂടാതെ നമ്മൾ ബോണറ്റിലും കൂടെ ഈ ബ്ലാക്കിനെ അവർ പാസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഒരു വൈറ്റ് കളറിനെയും കൂടെ ഈ ടോപ്പ് ബ്ലാക്ക് എന്നുള്ള അതിന്റെ എഡിഷനിൽ പാസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നീട് മെയിൻലി ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് പഴയ നോർമൽ അൾട്രോസ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ക്യാമറ ആഡ് ചെയ്തില്ല. പിന്നീട് ഇൻഫോർടൈൻമെന്റ് സൈസ് എന്നുള്ളത് 7 ഇഞ്ച് എന്നുള്ള 10 ഇഞ്ചിലോട്ട് കൺവേർട്ട് ആക്കി. പിന്നീട് വന്നിരിക്കുന്ന പറയുന്നത് നോർമലി നമുക്ക് എയർ ബാഗ് എന്ന് പറയുന്നത് 2 എയർ ബാഗ് ആയിരുന്നു, അതെന്നുള്ളത് ഇപ്പോൾ 6 എയർ ബാഗ് കമ്പൾസറി ആക്കിയത്. പിന്നീടുള്ള എഡിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടിയുടെ കളേഴ്സിനനുസരിച്ച് ഇന്ത്യയിൽ നമ്മൾ AC വെൻസിനകത്ത് ആ കളേഴ്സിനെ പാസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഗിയർ നോബിന്റെ പോർഷനിൽ ഈ കളറിനെ പാസ് ചെയ്യിക്കുന്നുണ്ട്. പിന്നീട് വന്നൊരു മാറ്റം എന്ന് പറയുന്നത് ബേസ് മോഡൽ, അതായത് R1, R2, R3 എഡിഷനിലാണ് വണ്ടി ലോഞ്ച് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ബേസ് മോഡലോട്ട് ഈ പറയുന്ന 6 എയർ ബാഗ് കമ്പൾസറി ആക്കിയിരിക്കുന്നു. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ സീറ്റ് എന്നുള്ളത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് ആയിരിക്കും വരുന്നത്. ഇതിനകത്ത് R2 എഡിഷനിലോട്ട് കയറുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് 360 ഡിഗ്രി ക്യാമറ എന്നുള്ള ഓപ്ഷൻ R2 നെക്സ്റ്റ് വേരിയന്റിലോട്ട് R2 എഡിഷനിലോട്ട് 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. പിന്നീട് ബേസ് മോഡൽ തന്നെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് കിട്ടുന്നുണ്ട്, റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ഓപ്ഷൻ കിട്ടുന്നുണ്ട്, ഓട്ടോ ഹെഡ് ലാമ്പ് എന്നുള്ള ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ബേസ് മോഡൽ തന്നെ നമുക്ക് ലെതറൈറ്റ് ആയിരിക്കും നമ്മുടെ ഗിയർ നോബ്, സ്റ്റിയറിംഗ് വീല്, സീറ്റ്സ് ഇതെല്ലാം എന്ന് പറയുന്നത് നമുക്ക് ബേസ് ഓപ്ഷൻ തൊട്ട് നമുക്ക് ലെതറൈറ്റ് ആയിരിക്കും കമ്പൾസറി ആക്കിയിരിക്കുന്നത്. പിന്നീട് ഏറ്റവും മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ സ്പോർട്ടി എക്സോസിലോട്ടാണ് ഇപ്പം വണ്ടി കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് വണ്ടിയുടെ സൈഡ് വൈസിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ റൈസർ എന്നുള്ളൊരു ബാഡ്ജിങ് നമുക്ക് വണ്ടിയുടെ 2 സൈഡോട് പാസ് ചെയ്യുന്നുണ്ട്. റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ റൈസർ എന്നൊരു ബാഡ്ജിങ് പാസ് ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ ടയർ സൈസ് എന്നുള്ളത് 16 ഇഞ്ച് ടയർസാണ് പാസ് ചെയ്യുന്നത്. ഡാർക്ക് അലോയ്സ് ആണ് നമുക്ക് ബേസ് വേരിയന്റോട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. അതിനൊക്കെ തന്നെ വണ്ടിക്ക് 360 ഡിഗ്രി ക്യാമറാസ്, അത് നമ്മുടെ സൈഡ് മിറേഴ്സിൽ, സൈഡ് ORVMസിൽ റൈറ്റിൽ ലെഫ്റ്റ് സൈഡ് ORVMൽ നമുക്ക് ഈ പറയുന്ന 60 ഡിഗ്രി ക്യാമറ പാസ് ചെയ്യിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡോർ ഓപ്പണിങ്സ് എന്നുള്ളത് ടോട്ടലി നമുക്ക് 90 ഡിഗ്രി ഡോർ ഓപ്പണിംഗ്, നമുക്ക് പഴയ വേരിയന്റിലും ബേസ് നോർമൽ അൾട്രോസിൽ നമുക്ക് 90 ഡിഗ്രി ഡോർ ഓപ്പണിങ്സ് ആണ് പാസ് ചെയ്തിരുന്നത്. സെയിം തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ഡോർ ഓപ്പണിങ്സിൽ വരുന്നത്. 90 ഡിഗ്രി ഡോർ ഓപ്പണിങ്സ് ആണ് കണ്ടിന്യൂസ്ലി വരുന്നത്. നമുക്ക് ഇപ്പോഴത്തെ റൈസർ എന്നുള്ള എഡിഷനകത്ത് നമുക്ക് ബേസ് മോഡൽ തൊട്ട് ഫ്രണ്ട് ക്യാമറാസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. R1 ആയാലും R2 ആയാലും R3 ആയാലും ഫ്രണ്ട് സൈഡ് തന്നെ ക്യാമറ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അൾട്രോസ് റേസറിന്റെ ബാക്ക് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ അൾട്രോസിന്റെ സെയിം ഡിസൈൻ, സെയിം ബാക്ക് സൈഡിൽ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. റിയർ വ്യൂ ക്യാമറ ഓൾറെഡി നമുക്ക് നോർമൽ അൾട്രോസിനും ഓൾറെഡി ഇൻബിൽറ്റ് ആയിരുന്നു. അൾട്രോസ് റേസറിന്റെ ഇന്റീരിയറിലോട്ട് വന്നു കഴിഞ്ഞാൽ മെയിൻലി ഉള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നോർമൽ അൾട്രോസിനകത്ത് നമുക്ക് 7 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് ആണ് വന്നിരുന്നത്. അത് മാറി ഇപ്പോൾ അതിന്റെ സ്ഥാനത്ത് നമുക്ക് 10 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് ആണ് പാസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഇന്റീരിയറിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പാസഞ്ചർ സീറ്റ്സിലും ഡ്രൈവർ സീറ്റ്, കോ ഡ്രൈവർ സീറ്റ്സിലെല്ലാം ഒരു കളറിനെ അവർ പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇൻ കേസ് നമ്മുടെ വണ്ടിയുടെ കളർ ഓറഞ്ച് കളറാണെങ്കിൽ ആ ഒരു ഓറഞ്ച് കളർ എന്നുള്ള നമുക്ക് ഈ സീറ്റ്സിലും കൂടെ അവർ പാസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഇതിനകത്ത് കളർ അവർ മെയിൻലി പാസ് ചെയ്യുന്ന പറയാൻ നമുക്ക് AC വെൻസിന്റെ പോർഷൻസ് എല്ലാം ഈ സെയിം കളറിന് തന്നെ അവർ പാസ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ തന്നെ ഗിയർ നോബിന്റെ പോർഷനിലും ഈ സെയിം കളർ, ഇൻ കേസ് വണ്ടി ഓറഞ്ച് കളറാണെങ്കിൽ ഓറഞ്ച് എന്നുള്ള കളർ ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത് ലെതറൈറ്റ്, കംപ്ലീറ്റ്ലി ലെതർ കോട്ടിംഗ് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അതിനൊക്കെ തന്നെ ഗിയർ നോബ്, വണ്ടിയുടെ ഇന്റീരിയേഴ്സ് എല്ലാം ഓൾറെഡി സീറ്റ്സ് ആയാലും കംപ്ലീറ്റ്ലി ലെതറൈറ്റ് സീറ്റ്സ് ആണ് ഓൾറെഡി ഈ അതിന്റെ ബേസ് വേരിയന്റ്, അതായത് R1 എന്ന വേരിയന്റോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഡ്രൈവ് മോഡ് എന്നുള്ളത് നമ്മുടെ നോർമൽ ആൾട്രോസിൽ എക്കോ സിറ്റി എന്നുള്ള നോർമൽ രണ്ട് ഡ്രൈവ് മോഡ്സ് അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ആൾട്രോസ് റേസറിലാകുമ്പോഴത്തേക്ക് ഓൾറെഡി ഒറ്റ ഡ്രൈവ് മോഡ് മാത്രമേ വരുന്നുള്ളൂ. സ്പോർട്ട് എന്നുള്ളൊരു പുതിയ ഡ്രൈവ് മോഡ് മാത്രമേ വരുന്നുള്ളൂ. അതെന്നുള്ള ഓട്ടോമാറ്റിക്കലി സ്പോർട്ട് മോഡിൽ മാത്രമേ നമുക്ക് വണ്ടി അവൈലബിൾ ആവുന്നുള്ളൂ. എക്കോ സിറ്റി നമുക്ക് നോർമൽ ആൾട്രോസിലുള്ളത് ഇവിടെ റേസറിൽ നമുക്ക് അവൈലബിൾ അല്ല. നമുക്കിവിടെ സൺറൂഫ് എന്നുള്ള എഡിഷൻ ഓപ്ഷൻ വരുന്നത് നമുക്ക് R1 അവൈലബിൾ അല്ല. R2, R3 എന്ന് പറയുന്ന 2 ഓപ്ഷനിലാണ് ഈ സൺറൂഫ് എന്നുള്ള ഓപ്ഷൻ ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സൺറൂഫിൽ പ്രത്യേകം വോയിസ് അസിസ്റ്റഡ് ഇലക്ട്രിക് സൺറൂഫാണ് നമുക്ക് ഈ പറയുന്ന റേസറിലെ 2nd and 3rd വേരിയന്റിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതിന് നമുക്ക് റേസറിന്റെ എഞ്ചിൻ പോർഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സോണിൽ കണ്ടിന്യൂ ചെയ്തിരിക്കുന്ന ടർബോ എഞ്ചിനാണ് ഇപ്പോൾ ഇവിടെയും പാസ് ചെയ്യുന്നത്. അതായത് 1.2 ലിറ്ററിന്റെ 3 സിലിണ്ടർ എഞ്ചിനാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതിന്റെ പവർ എന്നുള്ളത് 120 PS അറ്റ് 5000 RPM ടോർക്ക് എന്നുള്ള 170 PS അറ്റ് 5000 RPM ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്ന റൈസർ എന്നുള്ളത് മാനുവൽ എഡിഷനിൽ മാത്രമേ വണ്ടി ലോഞ്ച് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. ഓട്ടോമാറ്റിക്കലി ഇതുവരെ വണ്ടി വന്നിട്ടില്ല നമുക്ക്. അതായത് ഈ 3 മോഡ്സിലും R1 ആയാലും R2 ആയാലും R3 ആയാലും മാനുവൽ എഡിഷനിൽ മാത്രമേ വണ്ടി ലോഞ്ച് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. നമുക്ക് ആൾട്രോസ് റേസറിന്റെ എക്സ്ഷോറൂം പ്രൈസ് വരുമ്പോഴത്തേക്ക് R1 എക്സ്ഷോറൂം വരുന്നത് 9,49,000, R2 ആകുമ്പോഴത്തേക്ക് എക്സ്ഷോറൂം 10,49,000, R3 ആകുമ്പോഴത്തേക്ക് എക്സ്ഷോറൂം വരുന്നത് 10,99,000 എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്.